നിന്നുള്ള ആനിമേഷൻ ചിത്രമാണ് ചിക്കൻ ഫോർ ലിൻഡ. സെബാസ്റ്റ്യൻ ലൗഡൻ ബാച്ചും കിയാര മാൾട്ടയും ചേർന്നാണ് ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. വളരെ സീരിയസ് ആയ ഫെസ്റ്റിവൽ സിനിമകൾക്കിടയിൽ ഒരു തണുത്ത കാറ്റാണ് ചിക്കൻ ഫോർ ലിൻഡ. സിനിമ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിനെ ആകെ തണുപ്പിച്ച് കടന്നു പോകുന്ന ഒരു കാറ്റെന്ന് തന്നെ പറയാം. ലിൻഡ എന്ന കൊച്ചു പെൺകുട്ടിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. കുട്ടിക്കാലത്തെ തന്നെ തന്റെ അച്ഛനെ നഷ്ടമായ ലിൻഡയെ വളർത്തുന്നതും നോക്കുന്നതും ഒക്കെ ലിൻഡയുടെ അമ്മയാണ്. എന്നാൽ ഒരു ദിനം ലിൻഡയുടെ അമ്മയുടെ വിവാഹമോതിരം നഷ്ടമാകുന്നു. എന്നാൽ തന്റെ മകൾക്ക് ഇതിൽ നേരത്തെ ഒരു കണ്ണുള്ളതിനാൽ ആ അമ്മ കുറ്റം ലിൻഡയിൽ ആരോപിക്കുന്നു. എന്നാൽ പിന്നീട് ലിൻഡ കുറ്റക്കാരിയല്ലെന്നും തനിക്ക് തെറ്റുപറ്റിയതാണെന്നും ആ അമ്മ തിരിച്ചറിയുന്നു. മകളുടെ കരണം പുകച്ചതിന് പകരം എന്ത് ആഗ്രഹവും സാധിച്ചു തരുമെന്നും അമ്മ ലിൻഡയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ തനിക്ക് പെപ്പർ ചിക്കൻ വേണമെന്നായിരുന്നു ലിൻഡയുടെ ആഗ്രഹം. ലിൻഡയുടെ എക്കാലത്തെ ആഗ്രഹം തന്നെയായിരുന്നു അത്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായൊരു ആഗ്രഹം. എന്നാൽ ലിൻഡയുടെ അമ്മയെ സംബന്ധിച്ച് അത് അത്ര എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കുക സാധ്യമായിരുന്നില്ല. തന്റെ ഭർത്താവ്, അതായത് ലിൻഡയുടെ പപ്പ തയ്യാറാക്കിയിരുന്ന റെസിപ്പിയിൽ തന്നെയായിരിക്കണം ചിക്കൻ ഒരുക്കേണ്ടത് എന്നാണ് ലിൻഡയുടെ നിബന്ധന. എന്നാൽ അത് കേട്ട് അമ്മ മകൾക്ക് വാക്കു നൽകുന്നുമുണ്ട്. നിനക്ക് ചിക്കൻ തയ്യാറാക്കി തന്നിരിക്കും, പക്ഷെ അവർക്ക് മുന്നിൽ തടസ്സമായി സമരമെത്തുന്നു. സിറ്റി ആകെ നിശ്ചലമാണ്. ഈ ഒരു പ്രതിസന്ധിയെ മറികടന്ന് ലിൻഡയുടെ പപ്പയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കി നൽകാൻ അമ്മയ്ക്ക് സാധിക്കുമോ എന്നതാണ് ചിക്കൻ ഫോർ ലിൻഡയുടെ മുന്നോട്ടുള്ള യാത്ര അവതരിപ്പിക്കുന്നത്. ലിൻഡയെ സംബന്ധിച്ച് ചിക്കൻ എന്നത് പപ്പയുണ്ടാക്കി തരുന്ന രുചിയുടെ വീണ്ടെടുക്കൽ മാത്രമല്ല, പറിച്ചു തന്റെ കുട്ടിക്കാലത്തിന്റെ വർണ്ണവും പപ്പയുടെ തന്നെ ഓർമ്മയുടെ ശേഷിപ്പുകളുടെ തിരയുമാണ്. തന്റെ കൂട്ടുകാരെ പോലെ നല്ലൊരു കുട്ടിക്കാലമല്ല ലിൻഡയുടേത്, മറിച്ച് നല്ല വീടും വസ്ത്രങ്ങളുമെല്ലാം അവളുടെ സ്വപ്നങ്ങൾ മാത്രമാണ്. അതിൽ നിന്നും അവളുടേതായി മാത്രം ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ലിൻഡ ഇതിലൂടെ. അതോടൊപ്പം തന്നെ തന്റെ പപ്പയെ കുറിച്ചുള്ള അവസാന ഓർമ്മ വീണ്ടെടുക്കാനുള്ള നിഷ്കളങ്കമായ ശ്രമവും. അതേസമയം ലിൻഡയുടെ അമ്മ പോളറ്റിനെ സംബന്ധിച്ച് മകളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിലൂടെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഭർത്താവിന്റെ ഓർമ്മകൾക്ക് ജീവൻ നൽകുകയാണ്. ഭർത്താവ് അകാലത്തിൽ പോയ ശേഷം അവരുടെ ജീവിതത്തിന്റെ വർണ്ണങ്ങൾ നഷ്ടമായിരുന്നു. ഭർത്താവ് തന്റെ വിരലിലിട്ട മോതിരത്തോടും അദ്ദേഹത്തിന്റെ ഓർമ്മകളോടും അവർ തന്റെ ജീവിതം ചേർത്ത് വെച്ചിരിക്കുകയാണ്. ചിക്കൻ ഫോർ ലിൻഡയിൽ ചിക്കൻ എന്നത് അമ്മയുടെയും മകളുടെയും ജീവിതവുമായി ബന്ധപ്പെടുന്നത് രണ്ട് തരത്തിലാണ്. ലിൻഡയ്ക്ക് തന്റെ അച്ഛന്റെ ഓർമ്മകളും അതോടൊപ്പം തന്നെ തന്റെ കുട്ടിക്കാലത്തിന്റെ വീണ്ടെടുക്കലുമാണെങ്കിൽ, എന്നാൽ അമ്മയെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനത്തിന്റെ തന്നെ പ്രതീകമാണ്. സ്ലാപ്സ്റ്റിക് കോമഡിയാണ് സെബാസ്റ്റ്യനും കിയാരയും ചിക്കൻ ഫോർ ലിൻഡയിൽ ഒരുക്കിയിരിക്കുന്നത്. തുടക്കം മുതൽ ചിരി സമ്മാനിച്ചാണ് സിനിമ ഉടനീളം കടന്നു പോകുന്നത്. എന്നാൽ വൈകാരികമായി കണക്ട് ചെയ്യുവാനും സിനിമയ്ക്ക് സാധിച്ചിരിക്കുന്നു. മിനിമലായ ആർട്ട് വർക്ക് ആയിരിക്കുമ്പോഴും മികവുറ്റ ആനിമേഷനിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രത്തെയും യൂണിക് ആക്കാനും വ്യക്തമായ ക്യാരക്ടർ നൽകാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ലിൻഡയ്ക്കും അമ്മയ്ക്കും പുറമെ ലിൻഡയുടെ ആന്റിയും പോലീസുകാരനും ലിൻഡയുടെ കൂട്ടുകാരും ഒക്കെ മനസ്സിൽ ബാക്കിയാകുന്നുണ്ട്. ഈ IFFK സീസൺ ഞാൻ ആരംഭിച്ചത് ചിക്കൻ ഫോർ ലിൻഡയിലൂടെയാണ്. ഇതിലും മികച്ചൊരു തുടക്കം ലഭിക്കാനില്ല എന്നാണ് ഇവർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.